അതിഭീതിതമായ സംഭവങ്ങളാൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഭൂമി. ആകാശങ്ങളിൽ ഇത് അഗ്നിശോധനയുടെ നിമിഷങ്ങളാണ്. മനുഷ്യർ തങ്ങളുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് ദൈവീക ന്യായാസനത്തിന് മുൻപാകെ ആഗതമാകുന്ന സമയം. ആ ദിനം വരെയും മധ്യസ്ഥനായിരുന്നവൻ ന്യായാധിപതിയുടെ പദവി ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രാർത്ഥനകൾ അവസാനിച്ചു. ഇനി മുഴങ്കാൽ മടക്കുന്നവരുടെ സ്തുതി ശബ്ദങ്ങൾ മാത്രം. ജിൻസി, അപ്പോ അടുത്തത് എന്താ? അടുത്തത് അന്ത്യന്യായവിധി. അപ്പോൾ നമ്മൾ നരകത്തിൽ പോകുമോ? നീ വിശ്വാസിയല്ലേ, നീ രൂപാന്തരപ്പെട്ടവളല്ലേ, ഇനിയും നിനക്ക് കിട്ടുന്നത് പ്രതിഫലമായിരിക്കും. നീ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. അന്ത്യകാലത്തെ പറ്റി ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ ആ വഴിക്ക് പോലും നീ വന്നിട്ടില്ല. ഏതായാലും നീ ഇവിടെ വരെ എത്തിയത് തന്നെ ഭാഗ്യം. നമ്മുടെ കൂട്ടത്തിൽ പ്രതിഫലം കിട്ടുമെന്നാണെങ്കിൽ അത് റോഷനായിരിക്കും. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് ജീവിതം. അത് കറക്റ്റാ. അപ്പോൾ ജോഷിയൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നല്ലോ. ആക്റ്റീവ് ആണോ ആക്ടിങ് ആണോ എന്ന് കണ്ടറിയാം. 2010 മുതൽ 2080 വരെയുള്ള കാലഘട്ടത്തിൽ അത്തിക്കാട് ജീസസ് വേ ചർച്ചിന്റെ അംഗങ്ങളായിരുന്നവർ ന്യായാസനത്തിന് മുന്നിലേക്ക് കയറി വരിക. ഇവിടെ സഭയായിട്ടാണ് ഓരോരുത്തരെ വിളിക്കുന്നത്. അപ്പോ ആ വത്സല സിസ്റ്ററിന്റെ കാര്യം എന്തായോ എന്തോ. അതെന്താ? പറയണ്ടെന്നേ. പുള്ളിക്കാരത്തി ഓരോരോ മാസം ഓരോരോ സഭയിലോട്ട് അങ്ങ് പോക്ക. ഇപ്പൊ ഏത് സഭയിൽ വിളിക്കും? സ്വർഗത്തിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ ചർച്ച മാറിയതിന് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് പുള്ളിക്കാർത്തിക്കായിരിക്കും. പിന്നെ ഈ പ്രതിഫല വിതരണം എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. ഭൂമിയിലായിരുന്നപ്പോ ഇതൊക്കെ ചിന്തിക്കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം കട്ട പോകുകയാ. ഒന്നും കിട്ടാൻ പോകുന്നില്ല. സ്വർഗത്തിലെത്തിയിട്ടും എന്താ സിസ്റ്ററെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? ഒന്നുമില്ല പാസ്റ്റർ, ന്യായവിധിയൊക്കെ അല്ലേ, അതുകൊണ്ടാ. അതോത്ത് വിഷമിക്കണ്ട, ചെയ്യുന്ന തക്കവണ്ണം പ്രതിഫലം കിട്ടും. അതൊക്കെ തന്നെയല്ലേ പാസ്റ്ററെ പ്രശ്നം. അല്ല പാസ്റ്ററെ, ഈ എല്ലാ വർഷവും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വല്ല പ്രതിഫലം കിട്ടുമോ? പ്രതിഫലം കിട്ടുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ ചെയ്ത പ്രവൃത്തികളൊക്കെ ഇവിടെ കാണിക്കുമെന്നാ പറയുന്നത്. പാസ്റ്ററെ, ഇതൊന്ന് അവോയ്ഡ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എന്റെ പൊന്നി സിസ്റ്റർ, ഇതിന് മാറ്റി മാറ്റി കാണിക്കുക സിസ്റ്റർ. ഇത് വ്യൂവിന്റെ സ്കിറ്റൊന്നും അല്ല. പിന്നെ ഈ ഏറ്റ് പറഞ്ഞ പാപങ്ങളൊന്നും ഇവിടെ കാണിക്കത്തില്ലായിരിക്കും അല്ലേ? നമ്മുടെ പാപങ്ങളൊന്നും ഓർക്കുകയില്ലെന്നാണ് വചനം പറയുന്നത്. അപ്പം കുഴപ്പമില്ല. പക്ഷേ ഈ ജീവകിരീടവും തേജസ്സിന്റെ വാടാത്ത കിരീടം തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം? അല്ല, നീ ഇതേക്കുറിച്ച് ആലോചിച്ച് ഭാരപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ കിട്ടാൻ സാധ്യതയുള്ളവർ ആലോചിച്ചാൽ പോരെ. അങ്ങനെയൊന്നും പറയണ്ട, ന്യായവിധി കഴിയട്ടെ, നോക്കാലോ. പിന്നെ പാസ്റ്ററെ, ഒരു കാര്യം പറയാനുണ്ട്. പറയൂ സിസ്റ്ററെ, പറ. അല്ല, ഇപ്പം അധികം സമയമൊന്നുമില്ലല്ലോ. ഇവിടെ മൊത്തം എല്ലാവരും എല്ലാം ഇവിടെ വീഡിയോയിൽ കാണാൻ പോവല്ലേ? അതുകൊണ്ട് അല്ല, US പോകാനുള്ള വിസ ഒരുക്കി തരാമെന്ന് നമ്മുടെ ഹൂസ്റ്റണിലെ മധുചാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് മുടക്കിയത് ഞാനാ. പോയത് പോയി. ഞാൻ എന്തായാലും ദൈവത്തിന് വേണ്ടി അധികം പീഡനമൊന്നും അനുഭവിച്ചിട്ടില്ല. ഇതൊരു പീഡനമായി കരുതി വല്ല പ്രതിഫലം കിട്ടിയാൽ കൊള്ളായപ്പോ. അപ്പൊ ഞാൻ ചെയ്തത് നന്നായില്ലേ? നന്നായി. അല്ല, ഞാനിപ്പോൾ ഈ ചിന്തിക്കുക, ഈ ജീവന്റെ കിരീടവും വാടാത്ത കിരീടവും ഒന്നിച്ച് കിട്ടിയാൽ ഒന്നിന്റെ പുറത്ത് ഒന്നായിട്ട് വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി വെച്ചാൽ മതിയോ? ബ്രദർ ഒന്ന് പോയി. ഇവിടെ മനുഷ്യൻ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് രണ്ടും കൂടെ കിട്ടിയാൽ എന്താണ്? അല്ല, ഞാൻ ചോദിച്ചതിന്റെ സംശയം അത് ശരിയല്ലേ? പിന്നെ നീ ചോദിച്ചതും ചോദിക്കാൻ പോകുന്നതും എല്ലാം കറക്റ്റാ. ഇവനിത് എന്തൊരു ആത്മവിശ്വാസമാണ്. ഇതൊക്കെ ഈ റോഷനാ ചോദിക്കുന്നത് കേൾക്കാൻ ഒരു സെൻസെങ്കിലും ഉണ്ട്. ദൈവത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തവനാ, എന്നിട്ട് അവനെൻ്റെ ഒരു ഭാവം പോലും ഇല്ല. അല്ല, എനിക്കൊരു സംശയം കൂടിയുണ്ട്. ഈ വാടാത്ത കിരീടം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ,
ഈ സഭയിൽ പറയുന്നുണ്ടല്ലോ, ഓടുന്നവർ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്ന ഒരാൾ. അപ്പോൾ ഈ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, ഇനി വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? എൻ്റെ പൊന്ന് ജോഷി, നീ ഒന്ന് മിണ്ടാതിരിക്കാൻ എന്തെങ്കിലും തരണോ? എനിക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതുകൂടെ നീ അങ്ങ് എടുത്തോ. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, അതങ്ങനെ പറ്റുമോ? 2010 മുതൽ 2080 വരെയുള്ള കാലഘട്ടത്തിൽ അത്തിക്കാട് മിഡ് വെസ്റ്റ് സർവൈവൽ ചർച്ചിൻ്റെ അംഗങ്ങളായിരുന്നവർ ന്യായാസനത്തിന് മുന്നിലേക്ക് കയറി വരിക. കാതറിൻ അലക്സാണ്ടർ, നിന്റെ പ്രതിഫലം കൈക്കൊള്ളുവാൻ മുൻപോട്ടു വരിക. കാതറിൻ അലക്സാണ്ടർ, വിശ്വാസവീരരായ മാതാപിതാക്കൾക്ക് ജനിച്ചു വളർത്തപ്പെട്ട നീ നിന്റെ ബാല്യകാലത്തിൽ തന്നെ രക്ഷയുടെ സന്ദേശം സമർപ്പണത്തോടെ സ്വീകരിച്ചു. നിന്റെ യൗവനകാലത്ത് മലിനതകളെ അകറ്റി നിർത്തി മൂല്യങ്ങളെ പിന്തുടരുന്നതിൽ നീ ജാഗ്രതയുള്ളവളായിരുന്നു. എന്നാൽ നിന്നിൽ ദൃശ്യമായിരുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ സമയത്തിൻ്റെ പ്രയാണത്തിൽ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വഴിമാറി. എൻ്റെ സ്ഥാനാപതിയായിരിക്കുവാൻ നിനക്ക് ഏറ്റവും അധികം അവസരങ്ങൾ കൈവന്നിരുന്ന നിന്റെ ഔദ്യോഗിക ജീവിതകാലത്ത് നിന്നിൽ പ്രകടമായ കാപഢ്യത്തിൻ്റെ കറകൾക്ക് തെളിവായ ഒരു ദൃഷ്ടാന്തം ഇതാ കാണുക. ഇന്നത്തെ ഡ്യൂട്ടി കഴിയാൻ ഇനി അരമണിക്കൂർ കൂടി ബാക്കിയുണ്ട്. നാളെ രാവിലെ 7 മണിക്ക് നീ വന്ന് നിന്റെ സീറ്റിലിരിക്കുന്നതിന് മുൻപ് ഈ പ്രൊജക്റ്റ് ഓഡിറ്റ് അതിൻ്റെ എല്ലാ പ്രോബ്ലംസും പരിഹരിച്ച് കൃത്യമായി എൻ്റെ ടേബിളിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, ഹരിപ്രസാദേ, നിന്നോട് ഞാൻ വ്യക്തമായി പറയുകയാണ്, നാളെ ഈ കമ്പനിയിലെ നിന്റെ അവസാന ദിവസമായിരിക്കും. നൗ ഗെറ്റ് ലോസ്റ്റ്. മാഡം പറഞ്ഞത് ഞാൻ കേട്ടു. അവരുടെ സ്വഭാവം അങ്ങനെയാണ്. എന്നാലും നീ ട്രൈ ചെയ്ത് നോക്ക്. നിന്റെ ഹെൽപ്പില്ലാതെ നീ തുടങ്ങ്, ശരിയാകും. Catherine? Yes? I want to talk to you. Okay, yes, Professor. നിന്റെ മാനേജർ അവനോട് ദേഷ്യം അവന് 2 കുടുംബം തമ്മിലുള്ള പേഴ്സണൽ മാറ്റേഴ്സാണ്. അവനാണെങ്കിൽ ഇപ്പം ഫിനാൻഷ്യലി ആകെപ്പാടെ തകർന്നിരിക്കുകയാണ്. നിനക്കറിയാമല്ലോ എങ്ങനെ അവനെ പുറത്താക്കാനാണ് അവർ നോക്കുന്നത്. അവർ പറഞ്ഞിട്ട് നീ ആ റിപ്പോർട്ട് കുളമാക്കിയിട്ട് മൊത്തം അവൻ്റെ കഴുത്തിൽ കെട്ടിവെച്ചിട്ട് നീ വലിയ കുഞ്ഞുവാളത്തിൽ ചെമയുന്നോ? ഒരുത്തനെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നത് ബൈബിളിലെ ഏത് വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാ? ഓ, ഐ ആം സോ സർപ്രൈസ്ഡ് യു കെയിം ടു നോ ദാറ്റ്. പക്ഷെ മാനേജറുടെ ഒപ്പം ഞാൻ നിന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത ക്വാർട്ടറിലെ ബോണസ് അത് നീ മേടിച്ചു തരുമോ? അവനിത് തീർക്കാൻ പറ്റിയാൽ ആ ഡയറക്ടറിനോട് പറഞ്ഞ ആ മാനേജറിൻ്റെ ഡേർട്ടി ഗെയിമിന് ഒരു ലോക്ക് ഇടാൻ പറ്റൂ. ഞാൻ പറയാനുള്ളത് വാങ്ങി. പിന്നെ ഇന്ന് വൈകിട്ട് ഹെവൻലി റിവൈവൽക്കാരുടെ കൺവെൻഷനെ ഫീമെയിൽ ലീഡായിട്ട് ഇത് സ്ക്വയറിലുണ്ടെന്ന് കേട്ടു. ആ ഉണ്ട്. പക്ഷെ വൈകിട്ട് അങ്ങോട്ട് പോകാൻ എൻ്റെ വണ്ടിയിൽ സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള പുറപ്പാടാണെങ്കിൽ വേണ്ട, ഞാൻ വണ്ടി എടുക്കുന്നില്ല. അച്ഛൻ്റെ ഒപ്പമാ പോകുന്നത്. പിന്നെ ഇത് ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ നാളെ നമ്മുടെ ചർച്ചിൽ ശുശ്രൂഷിക്കേണ്ടതായതുകൊണ്ട് ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ കൂടെ കാണും വണ്ടിയിൽ. അപ്പൊ സീറ്റ് കാണില്ല. ഓ ശരി. വിശ്വാസത്തിൻ്റെ ആദ്യകാലത്തെന്ന പോലെ പിന്നീടും എൻ്റെ പദ്ധതിക്കനുസൃതമായി എൻ്റെ ആത്മാവിനെ അനുസരിച്ച് നീ നടന്നിരുന്നുവെങ്കിൽ നിനക്ക് ലഭിക്കേണ്ടിയിരുന്നത് മഹത്തരമായ അതിശ്രേഷ്ഠമായ പ്രതിഫലമായിരുന്നു. എന്നാൽ നിന്റെ ഇത്തരം പ്രവൃത്തികൾ നിത്യമായ ആ അനുഭവത്തിൻ്റെ ശോഭ കെടുത്തുന്ന നിലയിൽ നിനക്കുള്ള പാരിതോഷ്യത്തിൻ്റെ അളവിനെ അത്യന്തം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ ആകത്തുകയായി നിനക്ക് ലഭിക്കുന്ന ഈ സ്വർഗീയ പ്രതിഫലം നീ സ്വീകരിച്ചു കൊള്ളുക. ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളും കണക്കിലെടുക്കുന്നുണ്ടല്ലോ. പിന്നെ സിസ്റ്ററിൻ്റെ പോലത്തെ ഞായറാഴ്ച മാത്രമേ ആഗ്രഹിക്കത്തുള്ളൂ. റോഷൻ എബ്രഹാം, നിന്റെ പ്രതിഫലം കൈക്കൊള്ളുവാൻ മുൻപോട്ട് വരിക. റോഷൻ എബ്രഹാം, നിന്റെ കലാലയ ജീവിതത്തിൻ്റെ നാളുകളിലൊന്നിൽ തെരുവോരത്തു നിന്ന് നീ കേട്ട സുവിശേഷത്തിൻ്റെ സന്ദേശം നിന്റെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തി. വിശ്വാസത്തിൻ്റെ ആദ്യ നാളുകൾ മുതൽക്കേ നീ എൻ്റെ നാമത്തിനു വേണ്ടി ചെയ്ത പ്രവൃത്തികൾ നിന്റെ സ്വർഗീയ നിക്ഷേപത്തെ വർദ്ധിപ്പിക്കുന്നവയായിരുന്നു. നിന്നെ ശുശ്രൂഷ ഭരമേൽപ്പിച്ച നാളുകളിൽ പദവിയും പ്രശസ്തിയും നോക്കാതെ രാവും പകലും നീ ചെയ്ത അധ്വാനം നിനക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണമായിരുന്നു. എങ്കിലും
നിനക്ക് ലഭിക്കാവുന്ന പ്രതിഫലത്തിൻ്റെ അളവ് നിശ്ചയിക്കപ്പെടുന്നത് നിന്റെ ജീവിതത്തിൻ്റെ സമഗ്രതയിലാണ്. ഈ അന്തിമ നിർണയത്തിൽ നിനക്കുള്ള പാരിതോഷികത്തിന് കുറവ് സംഭവിക്കുവാൻ കാരണമായി തീർന്ന നിന്റെ ജീവിതത്തിലെ സന്ദർഭങ്ങളിലൊന്ന് ഇതാ വീണ്ടും നിനക്ക് മുന്നിൽ. Praise the Lord, brother. Praise the Lord. Come. Thank you. Jinsey. Hi, Gara. Melitio. Praise the Lord. Praise the Lord, Auntie. Praise the Lord, Uncle. Praise the Lord. Praise the Lord. Bye, Joshi. പിന്നെ ജോഷി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ സന്തോഷമായിട്ടൊക്കെ പോകുന്നു. പിന്നെ ഞാൻ മറന്നു പോകുന്നതിന് ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നീതു എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ അടുത്തറിയാം? റോഷൻ, നിനക്കതെങ്ങനെ മനസ്സിലായി? ചോദിക്കാൻ വേണ്ടി ഞാനും കേട്ടോ വന്നത്. ആക്ച്വലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അങ്ങനെ ഒരു പേര് എന്റെ മനസ്സിൽ വന്നു. സംഗതി കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. ഈ പറഞ്ഞ നീതുണ്ടല്ലോ, ഇവരുടെ കൂട്ടുകാരത്തി ഇവർ ഒരുമിച്ച് ബസ്സിൽ ഒരുമിച്ചിരുന്ന സ്കൂളിൽ പോവാം. അപ്പൊ ഇന്ന് ഇവർ സ്കൂളിൽ നിന്ന് വന്നപ്പോ ആ കുട്ടി പറയുക, ഞാനിനി പഠിക്കാൻ വരുന്നില്ല, സ്കൂളിലേക്ക് ഒരിക്കലും വരുന്നില്ല എന്നൊക്കെ പറയണം. ഇത് പറഞ്ഞിട്ട് ഉടനെ പൊട്ടിക്കറിഞ്ഞു. അപ്പൊ ഇതിനു മുമ്പ് ഇങ്ങനത്തെ സെയിം ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കട്ടെ, എനിക്ക് എന്റെ സംശയം ഇവരേതോ ഒരു ഫാമിലി ഏതോ ഒരു സൂയിസൈഡ് ടെൻഡൻസിയിലൂടെ പോകുന്ന എനിക്ക് സംശയമാണ്. അപ്പം ഈ കുട്ടി എന്റെ വീടിന്റെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയെന്നും പറയുന്നുണ്ട്. ഞാൻ ആ സ്കൂളിൽ ബസ്സിന് ഡ്രൈവറോട് ചോദിച്ചിട്ട് ഇവരുടെ അഡ്രസ്സ് മുഴുവൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ആണോ മോളെ? അവൾ അങ്ങനെ ചോദിച്ചോ? അതെ ആന്റി, അവള് ഭയങ്കര കരച്ചിലായിരുന്നു. She was crying a lot. ഞാൻ അവരുടെ ഡ്രൈവറോട് അവരുടെ ലൊക്കേഷൻ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം അയച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ ആ കുഞ്ഞിന് വേണ്ടി സാധനം എന്തെങ്കിലും വാങ്ങിച്ചേക്കാം സൂപ്പർ മാർക്കറ്റ്. നിങ്ങൾ രണ്ടുപേരും കൂടെ റെഡിയായിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ. അപ്പൊ ജോഷി, നമ്മൾ എന്ത് പറഞ്ഞ് അങ്ങോട്ട് പോകും? അത് കുഴപ്പമില്ല, ഇവളുണ്ടല്ലോ, വല്ല കൂട്ടുകാർത്തിയാണ്, നിങ്ങളുടെ വീടിന്റെ അടുത്തുമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചെല്ലാതെ. ഓക്കെ. ഹലോ. റോഷ, നീ വീട്ടിലുണ്ടോ? ഞാൻ വീട്ടിലുണ്ട്. ഓക്കെ. അങ്ങനെ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത്. നമ്മളെ ചെങ്ങന്നൂർ ഡിവൈൻ സിറ്റി ചർച്ച് കൺവെൻഷനെ ഞാൻ ചെല്ലാന്ന് വെച്ചിരുന്നേ. പക്ഷെ എന്റെ ബ്രദർ എന്റെ വീട്ടിൽ നിന്ന് മടങ്ങുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ആയി. ഞാനിപ്പോ അവനെ ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുക. അതിപ്പം ക്രിട്ടിക്കലാണ്. എനിക്കിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയ ഒരു സാഹചര്യമേ അല്ല. ഈ അവസാന നിമിഷം എനിക്ക് ആ പ്രോഗ്രാം ഒഴിവാക്കാനും പറ്റുന്നില്ല. ഞാൻ അവരോട് സംസാരിച്ചു. നമ്മുടെ ഇവാഞ്ചലിസം ടീമിലെ ആരെങ്കിലും വിട്ടാൽ മതി എന്നാണ് അവർ പറയുന്നത്. അവർക്ക് നിങ്ങളെല്ലാവരും അറിയിച്ച നീ ഫ്രീ ആണെ ആ മീറ്റിംഗ് ഒന്ന് മെസ്സേജ് പോയി കൊടുക്കണം. അതല്ല മറ്റെന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല, ആൽവിനോ ലിൻസിനോ വയ്ക്കോളും. രണ്ടുപേരും ഇപ്പോൾ നാളത്തെ അറേഞ്ച്മെന്റ് വേണ്ടി നമ്മുടെ ചർച്ചിൽ തന്നെ ഉണ്ട്. എല്ലാവരും നിന്നോട് ഒന്ന് ചോദിച്ചിട്ട് അവരോട് പറയാമെന്നാണ് കരുതിയത്. ഞാൻ പൊക്കോളാം. ഓക്കെ, ശരി. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ, ലേറ്റ് ആവണ്ട. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താലേ മെസ്സേജ് തുടങ്ങുന്ന സമയത്ത് നിനക്ക് അവിടെ എത്താൻ സാധിക്കും. ഓക്കെ മാസ്റ്റർ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. ഓക്കെ എന്നാ. ഓക്കെ ശരി. ഹലോ ജോഷി. റോഷൻ. ജോഷി, ഞാൻ വിളിച്ചതേ, എനിക്ക് ഇന്ന് ആ വീട്ടിലേക്ക് വരാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ പാസ്റ്റർ വിളിച്ചിരുന്നു. ആ ഡിവൈൻ സിറ്റിക്കാരുടെ കൺവെൻഷന് ഞാൻ മെസ്സേജ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കണേ. പാസ്റ്ററിന് എന്തോ ബ്രദറിന് എന്തോ ആക്സിഡന്റ് പറ്റിയ കാരണം പാസ്റ്റർ പോകാൻ കഴിയത്തില്ല. ഞാൻ തന്നെ പോയി മെസ്സേജ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എടാ, ഇത് തന്നെ നമ്മൾ ആ വീട്ടിൽ പോയില്ലെങ്കിൽ നാളെ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതെനിക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിള്ളേരെന്തെങ്കിലും പറഞ്ഞതായിരിക്കും. പിന്നെ എനിക്ക് സമയമില്ല കേട്ടോ, ഞാൻ എന്താ വേഗത്തിൽ പൊക്കോട്ടെ. അച്ഛാ പറഞ്ഞോക്കെ ഞാൻ കേട്ടു. ആ വ്യക്തിയുടെ
ഇല്ലയോ? അതിനെന്നാ? അല്ല അച്ഛച്ച, ആ ജോഷി നാളെ ബോംബെക്ക് പോന്നിരുന്ന മനുഷ്യനാണ്. ആ പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ആ മനുഷ്യൻ ഇവിടെ വരെ വന്നു. എന്നാൽ ദൈവാത്മാവ് അച്ഛനോട് സംസാരിച്ച കാര്യമാണ്. അതുകൊണ്ടല്ലേ ആ പേര് അച്ഛന് നാവിൽ വന്നത്. ജിൻസി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്രയും വലിയൊരു മീറ്റിംഗ്, ഇത്രയും ആൾക്കാർ കൂടിയിരുന്ന മീറ്റിംഗ് ഞാൻ കളഞ്ഞിട്ട് ഞാൻ അതിന് പോകണമെന്നാണോ നീ പറയണേ? നീ എന്തിനാ എന്നെങ്കിലും എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്? അല്ല അച്ഛൻ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാനാണോ അച്ഛനെ കുറ്റപ്പെടുത്തുന്നത്, അതോ ദൈവാത്മാവാണോ കുറ്റം വിധിക്കുന്നത്? അച്ഛനൊന്ന് ശ്രദ്ധിക്കണം അത്. ജിൻസി, നീ മര്യാദയ്ക്ക് വായെടുക്ക്. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്. എനിഹോ, ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല. അച്ഛൻ പ്രസംഗം വല്ലതും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? അതോ നാളെ സെൽമി ടീമിൽ സംസാരിച്ച ദീർഘക്ഷമയെ പറ്റി വല്ലതാണോ പ്രസംഗിക്കാൻ പോകുന്നേ? ജിൻസി, ജോഷിക്ക് ഞാൻ നൽകിയിരുന്നത് സഹായം ചെയ്യുവാനുള്ള കൃപയായിരുന്നു. അവൻ്റെ ദൗത്യം അവൻ നിർവഹിച്ചു. എന്നാൽ നിനക്ക് ഞാൻ നൽകിയിരുന്ന സുവിശേഷകന്റെ കൃപാവരം ആ ഭവനത്തിൽ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ അന്ന് രാത്രി അതിലൂടെ ആ ഭവനം മുഴുവനും എന്നെ അറിയുമായിരുന്നു. എന്നാൽ വലിയ വേദിയും പ്രശസ്തിയും താൽക്കാലികമായ പദവിയും തേടിയുള്ള നിന്റെ പരക്കം പാച്ചുകയിൽ നീ എൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിച്ചു. നിന്റെ ശുശ്രൂഷയിൽ അന്നു മുതൽ ഒരു ഇറക്കത്തിലേക്ക് നീ നടന്നകന്നു. എൻ്റെ പദ്ധതികൾക്ക് അനുസൃതമായി നീ സഞ്ചരിച്ചിരുന്നുവെങ്കിൽ നിനക്ക് ലഭിക്കേണ്ടിയിരുന്നത് അത്യുത്കഷ്ടവും നിത്യവുമായ പദവിയുടെ പ്രതീകമായ തേജസ്സിൻ്റെ വാടാത്ത കീടമായിരുന്നു. എന്നാൽ അതിനു പകരം ഇന്നു നിനക്ക് ലഭിക്കുന്നത് പുതിയ ഒരു നാമം രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വെള്ളക്കല്ലാണ്. ഇതാ, ഒരിക്കലും മാറ്റുവാൻ സാധിക്കാത്ത, സദാകാലത്തേക്കും സ്ഥിരമായിരിക്കുന്നത് നിന്റെ നിത്യപ്രതിഫലം പ്രാപിച്ചുകൊള്ളുക. നീതിയുടെ കിരീടം, തേജസ്സിന്റെ കിരീടം. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ജോഷിന്റെ ന്യായവിധി സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ജോഷിക്ക് എങ്ങനെ 2 കിരീടം കിട്ടിയത്? ഞാൻ നിന്നോട് 2 സംഭവങ്ങൾ പറയാം. ഒന്ന്, മിസ്റ്റർ ഹരി. യെസ്. റിബേക്ക പറയാൻ സംഭവം അറിഞ്ഞായിരുന്നു കേട്ടോ. ജോഷി, യെസ്. ഞാൻ എന്ത് ചെയ്യും ജോഷി? ഈ അവസരത്തിൽ ഈ ജോലിയും കൂടി ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വിഷമിക്കണ്ട, ഞാനും കൂടെ ഇരിക്കാം. നമുക്കിത് എത്ര വൈകിയാലും തീർത്തിട്ട് ഞാനും പോകത്തുള്ളൂ. സമയം കളയണ്ട, നമുക്ക് ഒരുമിച്ച് വർക്ക് തുടങ്ങാം. ഹലോ, ഞാനങ്ങോട്ട് തിരിച്ചു വിളിക്കാം കേട്ടോ. ഓക്കെ. ഇത് മെലിൻഡ? അതെ, എൻ്റെ മോള്. അലക്സാണ്ടർ? അലക്സാണ്ടറിൻ്റെ ഒഫീഷ്യൽ നെയിമാണ്. പക്ഷെ ഞാൻ അറിയപ്പെടുന്നത് ജോഷി എന്ന പേരിലാണ്. നീതുവിനെ അറിയാമോ? നീതു എൻ്റെ മോളുടെ ഫ്രണ്ടാണ്. ഞാൻ നീതുവിൻ്റെ ഫാദറാണ്. 4 മാസം മുമ്പ് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് എൻ്റെ ഫാമിലിയെ പണം തന്ന് സഹായിച്ച അലക്സാണ്ടർ നിങ്ങളല്ലേ? അത് നിങ്ങളുടെ വീടായിരുന്നോ? നിങ്ങൾ തന്ന 5 ലക്ഷം രൂപ 3 ജീവനാണ് രക്ഷപ്പെടുത്തിയത്. അന്ന് ഞാൻ ദുബായിൽ ജോലി നഷ്ടപ്പെട്ട് ഫിനാൻഷ്യലി ഞങ്ങൾ തകർന്നിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അത് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ 3 മരണം ഉറപ്പായും സംഭവിച്ചേനെ. സാരമില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ജോഷി, ഒന്നിങ്ങോട്ട് വരാമോ? ജോഷി, നീ ചെയ്യുന്ന ഒരു വളരെ നല്ല കാര്യമാണ്. പക്ഷെ നീ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മാനേജർ ആ ഹരിപ്രസാദിനെ ടെർമിനേറ്റ് ചെയ്യാനുള്ള പൂർണ്ണ ഇൻറ്റൻഷനുമായിട്ടാണ് ഇരിക്കുന്നത്. നീ ഹെൽപ്പ് ചെയ്യേണ്ടെന്ന് പറയുന്നില്ല. നീ ഹരിപ്രസാദിനെ ഹെൽപ്പ് ചെയ്താൽ നിനക്ക് വരാനുള്ള റിയാക്ഷൻ
ലേറ്റർ ഓൺ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് നീ ആ മാനേജറിൻ്റെ ഒരു എനിമിയായി മാറും. ഓക്കെ, അത് ബാധിക്കാൻ പോകുന്ന നിൻ്റെ റിയാക്ഷൻ എന്താ വരുന്നതെന്ന് അറിയും. നിൻ്റെ ക്വാർട്ടർലി നെക്സ്റ്റ് ബോണസിനെ അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ നീ ചെയ്ത് കൊള്ളും, നോ പ്രോബ്ലം. ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഐ എം ജസ്റ്റ് ഇൻഫോമിങ് യു ലേറ്റർ ദ റിയാക്ഷൻ വാട്ട് വിൽ ബി ദാറ്റ്. എനിക്കതറിയാം റിബേക്ക. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അവനെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മളൊരു വിശ്വാസം എന്ന് പറഞ്ഞതിൽ അർത്ഥമുണ്ടോ? ഓക്കെ, നീ ഇത് ചെയ്തു തീർത്താൽ ബാക്കി സപ്പോർട്ട് ഞാൻ ചെയ്തോളാം. ആ, അപ്പോൾ വിചാരിച്ചാലും ജോലി കഴിഞ്ഞല്ലോ. നീ എങ്ങനെയാണ് വീട്ടിൽ പോകുന്നത്? എൻ്റെ കയ്യിൽ വണ്ടിയുണ്ട്. ഞാൻ ഇവിടെ നിന്ന് അടുത്തൊരു കൺവെൻഷൻ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും ഏകദേശം പ്രസംഗം തുടങ്ങും. 1 മണിക്കൂർ മുമ്പ് അത് കഴിയും. നീ വരണോ? വീട്ടിൽ കഴിഞ്ഞ ഉടനെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. ഞാൻ വരാം. എൻ്റെ ജീവിതമാണ് ജോഷി രക്ഷിച്ചത്. നിന്റെ ജീവിതം ഞാനല്ല രക്ഷിച്ചത്, ദൈവമാണ്. ഞാൻ പൊതുവെ ഇങ്ങനെയുള്ള സാഹസമൊന്നും ചെയ്യാൻ ധൈര്യമുള്ള ആളല്ല. ഞാനൊരു വിശ്വാസിയല്ലായിരുന്നെങ്കിൽ ഇത് ചെയ്യുമോന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. 2. ഹലോ മാം. ഹലോ ജോഷി. മാഡം എന്നെ വിളിപ്പിച്ചായിരുന്നോ? ഇരിക്കും. ഓക്കെ, ഇരിക്കും ജോഷി. ടീ കോഫി. നോ ഇറ്റ്സ് ഫൈൻ. ജോഷി, ആ ഹരിപ്രസാദിനെ നീ ഹെൽപ്പ് ചെയ്ത ഇൻസിഡൻറ്റിനെ തുടർന്ന് നിന്റെ പല ബെനിഫിറ്റ്സുകളും ഞാൻ കട്ട് ചെയ്തത് മാത്രമല്ല, പല ആക്ഷൻസും നിനക്കെതിരെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടും ഞാൻ മുഖാന്തരം കമ്പനിയിലുണ്ടായ ചില സീരിയസ് ക്രൈസിസിൽ മാനേജ്മെൻറ്റിൻ്റെ മുൻപിൽ എൻ്റെ പേര് പോലും ബ്ലെയിം ചെയ്യാതെ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ജോഷി ഏറ്റെടുത്ത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ശരിക്കും ജോഷി എൻ്റെ ഈ കാര്യം സിഇഒയെ അറിയിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവനെ ടെർമിനേറ്റ് ചെയ്യുക മാത്രമല്ല, ഞാനിരിക്കുന്ന സീറ്റിൽ ജോഷിക്ക് ഇരിക്കാമായിരുന്നു. ശരിക്കും ജോഷിയുടെ ക്യാരക്ടർ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ജോഷി, എൻ്റെ ഈ ക്ഷമയില്ലായ്മ എൻ്റെ പല തകർച്ചകൾക്കും കാരണം. എൻ്റെ പ്രിയപ്പെട്ടവർ പോലും എന്നിൽ നിന്ന് അകന്നുപോയി. എവിടെയും ഫൈറ്റ് ചെയ്ത് പിടിച്ചടക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ശരിക്കും ജോഷി, ഈ ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എങ്ങനെ ജോഷിക്ക് ഇങ്ങനെ ക്ഷമിക്കാൻ സാധിക്കുന്നു? ജോഷി ഇതിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? മാഡം സെൽഫ് ക്രിറ്റിസിസമായി പറഞ്ഞതിനേക്കാളും മോശമായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നൊരു കാലം എനിക്കും ഉണ്ടായിരുന്നു. എന്നെ അതിൽ നിന്നൊക്കെ മാറ്റിമറിച്ച് എനിക്കുണ്ടായ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസാണ്. ഞങ്ങൾ വിശ്വാസികളുടെ ഭാഷയിൽ അത് പറഞ്ഞാൽ യേശുവിലൂടെ എന്നെ തേടുന്ന ദൈവസ്നേഹമാണ്. മാഡം ഒരു ദൈവവിശ്വാസിയാണെന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. യേശു ക്രിസ്തുവിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു തകർച്ചയും ജീവിതത്തിലില്ല. ആ ദൈവപ്രവൃത്തി മാഡത്തിന്റെ ജീവിതത്തിൽ നടക്കുവാൻ ഒരു ഫൈറ്റും ചെയ്യേണ്ട ആവശ്യമില്ല. യേശുവിലുള്ള വിശ്വാസം മാത്രം മതി. മാഡം, അപ്പം ഞാനങ്ങോട്ട് ഡ്യൂട്ടിക്ക്. ഓക്കെ ജോഷി. ആ ജോഷി, പിന്നെ നിങ്ങൾ അടുത്ത വീക്കെൻഡ് പ്രെയർ മീറ്റിംഗിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്തേക്കണേ. ഷുവർ മാം. അപ്പോ ഹരിപ്രസാദോ? 2010 മുതൽ 2080 വരെയുള്ള കാലഘട്ടത്തിൽ അത്തിക്കാട് ഹെവൻലി റിവൈവൽ ചർച്ചിൻ്റെ അംഗങ്ങളായിരുന്നവർ ന്യായാസനത്തിന് മുന്നിലേക്ക് കയറി വരിക. ഹരിപ്രസാദ്, നിന്റെ പ്രതിഫലം സ്വീകരിക്കുവാൻ മുൻപോട്ട് വരിക. പ്രിയരെ, നമ്മുടെ ഭൗമികവാസത്തിലെ വലുതും ചെറുതുമായ ഓരോ സംഭവങ്ങളും നാം പ്രാപിക്കേണ്ടുന്ന നിത്യപ്രതിഫലത്തിൻ്റെ വെളിച്ചത്തിൽ അത്യന്തം പ്രാധാന്യമർഹിക്കുന്നവയാണ്. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മത്സരകളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ. ഇപ്രകാരം നമ്മുടെ ഈ ഭൂമിയിലെ ഓട്ടത്തിനിടയിൽ നമ്മിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമ്മുടെ നിത്യമായ ഭാവി നാം നെയ്തെടുക്കുകയാണ്. ആ നിത്യതയിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിന് നാന്ദി കുറിക്കുന്ന കർത്താവിൻ്റെ മടങ്ങിവരവാണ് നമ്മുടെയും ഈ സർവ്വസൃഷ്ടിയുടെയും ആത്യന്തിക പ്രത്യാശ. ആ പ്രത്യാശയെക്കുറിച്ച് തയ്യാറാക്കിയ ഒരു പുതിയ ഗാനം നമുക്ക് ഒരുമിച്ച് ശ്രവിക്കാം. ഇവിടെ പ്രദർശിപ്പിക്കുന്ന വരികൾ ഒന്നായി ആലപിക്കാം. അത്ഭുതങ്ങൾ ചെയ്തിടുന്നു
കാൽവരിയിൽ തകർക്കപ്പെട്ട നാഥൻ, കല്ലറയെ ജയിച്ച എന്നെ കർത്തൻ. തീർന്നിട്ടില്ല അവന്റെ ചരിത്രം, കാത്തിരിപ്പു അതിനാ. അവൻ വന്നിടും വാനമേഘത്തിൽ, അവൻ തുടച്ചിടും എന്റെ കണ്ണുനീർ. എനിക്കേകിടും നിത്യപ്രതിഫലം, ആ നല്ല നാളിനായി കാത്തിടുന്നേ. അവൻ വാണിടും ഈ ഭൂമിയിൽ, അഗ്നി തകർത്തിടും ശത്രു സൈന്യത്തെ. പുതുതാക്കിടും പിന്നെ സകലവും ദേവാദിദേവൻ. നിത്യമതാം തേജസ്സിനാലെ യജ്ഞതകൾ മായുന്ന നാളിനാ. എന്നെ ഒരുക്കിയിടുന്നൊരാത്മനെ എങ്ങനെ പാടാതിരുന്നിടും, തൻ ചരിത്രം പറയാതിരുന്നിടും. അവൻ വന്നിടും വാനമേഘത്തിൽ, അവൻ തുടച്ചിടും എന്റെ കണ്ണുനീർ. എനിക്കേകിടും നിത്യപ്രതിഫലം, ആ നല്ല നാളിനായി കാത്തിടുന്നേ. അവൻ വന്നിടും വാനമേഘത്തിൽ, അവൻ തുടച്ചിടും എന്റെ കണ്ണുനീർ. എനിക്കേകിടും നിത്യപ്രതിഫലം, ആ നല്ല നാളിനായി കാത്തിടുന്നേ. ആ നല്ല നാളിനായി കാത്തിടുന്നേ. ആ നല്ല നാളിനായി കാത്തിടുന്നേ. അവൻ വന്നിടും വാനമേഘത്തിൽ, അവൻ തുടച്ചിടും എന്റെ കണ്ണുനീർ. എനിക്കേകിടും നിത്യപ്രതിഫലം, ആ നല്ല നാളിനായി